ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പഴകുളം മധു MLA മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കേസിന്റെ പുനരന്വേഷണത്തിന് ആവശ്യമായ നിയമ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നതാണ് ആവശ്യം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് എതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും നിവേദനം നൽകി. കണ്ണൂർ ADM-ആയിരിക്കെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞ നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണം എന്നാവശ്യമാണ്. മുഖ്യമന്ത്രിയും വൈദ്യുത മന്ത്രി ശ്രീ സണ്ണി ജോസഫും വളരെ അനുഭാവപൂർവമായ നിലപാടാണ് എന്നോട് സ്വീകരിച്ചത്. അടുത്ത ആഴ്ച ശ്രീ നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നാവശ്യങ്ങളിലും ഇത് റാന്നിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനമാണ് ഇങ്ങനെ നൽകിയത്. സത്യം പറഞ്ഞ കഴിഞ്ഞ ഉടൻ തന്നെ ഈ നിവേദനം ബഹുമാനപ്പെട്ട മന്ത്രിമാർ കൈമാറുകയായിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, രണ്ട് ആവശ്യങ്ങളാണ്. ഒന്ന്, ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു. അത് നിയമപരമായി പരിശോധിക്കപ്പെട്ട ഒന്നുമാണ്. രണ്ടാമത്, ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് വലിയ തോതിൽ ആവശ്യമായി ഉന്നയിക്കപ്പെടുന്നതാണ്. പക്ഷേ അത് നിയമപരമായി കോടതിയുടെ അടക്കം പരിഗണനയിലുള്ള കേസുകളുമാണ്. ഈ നിവേദനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? മധു, പ്രധാനമായും 3 വിഷയങ്ങളിലാണ് റാന്നി MLA പഴകുളം മധു ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ വിദ്യുച്ഛക്തി മന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്, ഒരു നിവേദനം നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണം എന്നുള്ളതാണ്. നാം നേരത്തെ കണ്ടതാണ്, LDF ഭരണകാലത്ത് പ്രത്യേക അന്വേഷണ സംഘമാണ് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷിച്ചത്. പക്ഷേ SIT-യുടെ ആ അന്വേഷണത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഒരു തൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നില്ല. അവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഹൈക്കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. ഒടുവിൽ സുപ്രീം കോടതിയിലും ഈ നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരുന്നു. പക്ഷേ ആ ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റാന്നി MLA പഴകുളം മധു ഈ കേസിൽ CBI-യുടെ അന്വേഷണം ആവശ്യമാണ് എന്ന അർത്ഥത്തിൽ ഒരു നിവേദനം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സത്യം പുറത്തു വരണമെങ്കിൽ CBI-യെ പോലുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം. പൊതുസമൂഹവും ഒപ്പം തന്നെ നവീൻ ബാബുവിന്റെ കുടുംബവും CBI മാത്രം അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഈ കേസിലെ യഥാർത്ഥ വസ്തുത പുറത്തു വരൂ എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട നിവേദനം എന്നുള്ളത് ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നാമജപ ഘോഷയാത്ര ഒപ്പം തന്നെ മറ്റ് സമരങ്ങൾ എന്നിവ സംബന്ധിച്ചാണ്. ആ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള നിരവധി ക്രിമിനൽ കേസുകൾ ഇപ്പോഴും തുടരുകയാണ്. ആ കേസുകളെല്ലാം പൂർണ്ണമായും പിൻവലിക്കണം, അത് ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെയുള്ളവ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിവേദനം കൂടി ഇപ്പോൾ പഴകുളം മധു മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മധു, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം, നാമജപ ഘോഷയാത്രയ്ക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം, ഈ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പഴകുളം മധു മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത്.